അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ആൾക്കൊരു ടേബിൾ സ്പൂൺ എന്ന കണക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് പാലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കണം. ഇങ്ങനെ പൊടി കട്ടിക്കിരിക്കാൻ പാടില്ല, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്യാം. ഞാൻ ചോക്കോ ചിപ്സാണ് യൂസ് ചെയ്തത്. ആൻഡ് മധുരം വേണ്ട അനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ല സ്മൂത്തായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ആൻഡ് അതിനോടൊപ്പം തന്നെ നമുക്ക് മാഷ്മെലോസ് മുകളിലിട്ടിട്ട് ടോപ്പ് ചെയ്യാം. അപ്പം ദിസ് ഇസ് എ സ്റ്റാർബക്സ് സ്റ്റൈൽ ഹോട്ട് ചോക്ലേറ്റ് റെഡി. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് മാഷ്മെലോ എന്ത് ടേസ്റ്റ് എന്നറിയോ, എന്ത് ഈസിയാണ് ഉണ്ടാക്കാമെന്നറിയോ. ഞാൻ ഈ കാണിച്ച റെസിപ്പീസ് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് സോ നൈസ്, ഭയങ്കര രസമാണ്. ഞാൻ ഇത് ആക്ച്വലി ടേസ്റ്റ് ചെയ്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്റ്റാർബക്സിലെ ഹോട്ട് ചോക്ലേറ്റാണ്. അപ്പം അവിടുത്തെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് ഞാൻ അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തത്. അങ്ങനെയാണ് ഈ റെസിപ്പി എനിക്ക് സെയിം ആ എക്സാക്ട് ടേസ്റ്റ് കിട്ടിയത്. ഈ സെയിം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ. ഐ മീൻ, ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന ചോക്ലേറ്റ് അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് അല്ലെങ്കിൽ അത് നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് ദ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ആ പൗഡർ ഷുഡ് ബി ദ കൊക്കോ ഹോട്ട്, ലൈക്ക് ഇത് റിയൽ കൊക്കോ പൗഡർ. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ ഇതേ ടേസ്റ്റ് കിട്ടും. ഭയങ്കര നല്ലതാണ്. നമ്മുടെ സ്റ്റാർബക്സിലുള്ള അതേ ടേസ്റ്റ് അറിയാം. ഇറ്റ്സ് മൈ ഫേവറേറ്റ്. ഓരോ ഇതിലും ഭയങ്കര നല്ലൊരു ഫീലാണ്. സോ യം, സോ നൈസ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഹോപ്പ് യു ലൈക്ക് ദിസ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇനി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്. സ്റ്റാർബക്സിലെ ഹോട്ട് ചോക്ലേറ്റ് ഡിറ്റോ, ട്രസ്റ്റ് മീ.